മദീന ബസ് അപകട ദുരന്തത്തിൽപ്പെട്ടവരെ തിരിച്ചറിയാൻ 19 ഹൈദരാബാദ് സ്വദേശികളുടെ ബന്ധുക്കൾ മദീനയിലെത്തി. തെലങ്കാന മന്ത്രി മുൻ ക്രിക്കറ്റ് താരമായ മുഹമ്മദ് അസറുദ്ദീനൊപ്പമാണ് ബന്ധുക്കളെത്തിയത്. മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ DNA പരിശോധനയ്ക്ക് രക്തം ശേഖരിച്ചു. കോൺസുലേറ്റ് എംബസി ജീവനക്കാരുടെ കീഴിൽ അതിവേഗത്തിൽ നടപടി പുരോഗമിക്കുകയാണ്. സൗദി വിദേശകാര്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരും മദീന ഗവർണറേറ്റും നടപടികൾ ഏകോപിപ്പിക്കുന്നുണ്ട്. അഫ്താബ് റഹ്മാൻ ചേരുന്ന വിശദാംശങ്ങൾ നൽകാൻ. അഫ്താബ്, ഈ തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ തിരിച്ചറിയുക എന്നതാണ് അടുത്ത ഘട്ടം. ഈ നടപടിക്രമങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു? എന്താണ് വിവരങ്ങൾ? ഇന്നിപ്പോൾ തെലങ്കാന ന്യൂനപക്ഷകാര്യ മന്ത്രി മുഹമ്മദ് അസറുദ്ദീൻ, മുൻ ക്രിക്കറ്റ് താരം കൂടിയായ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് തെലങ്കാനയിൽ നിന്നും ഒരു സംഘം ഇപ്പോൾ മദീനയിൽ എത്തിയിരിക്കുന്നത്. ഇവർ ഔദ്യോഗികമായിട്ടല്ല എത്തിയത്, അനൗദ്യോഗികമായിട്ടാണ് എത്തിയത്. കാരണം ഔദ്യോഗികമായി എത്തണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ ഉൾപ്പെടെ അനുമതി അവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ തെലങ്കാന ഭരണകൂടത്തിന്റെ ചെലവിൽ മുഹമ്മദ് അസറുദ്ദീനും 19 ബന്ധുക്കളുമാണ് നിലവിൽ മദീനയിൽ എത്തിയിരിക്കുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് ഈ മരണപ്പെട്ട ആളുകളെയും അവരുടെ ബന്ധുക്കളുമായുള്ള അവരുടെ ആളുകളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിനായുള്ള രക്ത സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. ഇതിലൂടെ DNA പരിശോധനയിലൂടെ വരുന്ന 48 മണിക്കൂറിനകം പരമാവധി ഇവരുടെ ബന്ധുക്കളെ കണ്ടെത്താനാകും. അതിനുശേഷം ഖബറടക്ക ചടങ്ങിലേക്ക് പോകുവാനാണ് തീരുമാനം. കാരണം കഴിഞ്ഞ ദിവസം നടന്ന ഈ അപകടത്തിൽ തിരിച്ചറിയാവുന്ന സ്ഥിതിയിലല്ല ഒരാളുടെയും മൃതദേഹങ്ങൾ ഉള്ളത്. ഇതിൽ തന്നെ പുതിയ 2 പ്രധാനപ്പെട്ട വിവരങ്ങൾ ഉള്ളത്. നേരത്തെ 42 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചതെങ്കിൽ ഇപ്പോൾ അതിൽ കൂടുതൽ മരണമുണ്ട് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ ബസ്സിലുണ്ടായിരുന്നത് ആകെ 45 ആണെന്നും 46 ആണ് എന്നും പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരപ്രകാരം 42 പേരാണ് ഹൈദരാബാദ് സ്വദേശികളായവർ ഈ അപകടത്തിൽ മരണപ്പെട്ടത്. ഒരാൾ രക്ഷപ്പെട്ടു. ഇതിന് പുറമെ ഈ ഹൈദരാബാദികളായ ആളുകൾക്കാണ് അവരുടെ 2 ബന്ധുക്കൾ UAE-യിൽ നിന്നും വരികയും അവർ ഈ ബസ്സിലുണ്ടായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയെങ്കിൽ അതുകൂടാതെ ഈ ബസ്സിന്റെ ഡ്രൈവർ ഉൾപ്പെടെ മൊത്തം 45 പേരാണ് ഈ ബസ്സിൽ നിന്നും മരണപ്പെട്ടത്. അതിന് പുറമെ 2 പേർ ഈ ബസ്സിൽ വന്ന് ഇടിച്ച ടാങ്കറിന്റെ ഡ്രൈവർമാരും ഒപ്പം തന്നെ സഹായിയുമായ ആളുകളുമുണ്ട്. അങ്ങനെ മൊത്തം 47 പേരുടെ ഒരു കണക്ക് പറയുന്നുണ്ട്. എന്തായിരുന്നാലും പലതും ശരീരഭാഗങ്ങളാണ്. എന്തായാലും ഈ പരിശോധനയിൽ മാത്രമായിരിക്കും കൃത്യം എണ്ണം നമുക്ക് പറയാനാവുക. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഇന്നലെയും മിനിഞ്ഞാന്നുമായി ആദ്യം ഡീസൽ ടാങ്കറാണെന്നും പിന്നീട് പെട്രോൾ ടാങ്കറാണെന്നും വിവരമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പോലീസ് റിപ്പോർട്ട് പ്രകാരം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ ടാങ്കറിൽ ഉണ്ടായിരുന്നത് ഏവിയേഷൻ ഓയിൽ, അതായത് വിമാനങ്ങൾക്കുള്ള ഇന്ധനമാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അത് വലിയ തോതിലുള്ള പെട്രോളിനേക്കാൾ കൂടുതൽ ഭീമാകാരമായ തരത്തിൽ സ്ഫോടനമായി, തീഗോളമായി അതിവേഗത്തിൽ എല്ലാവരും മരണപ്പെടാൻ ഇടയായത് എന്നും പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ നടക്കുന്ന നടപടിക്രമങ്ങൾ അതിവേഗത്തിലാണ്. എന്ന് വെച്ചാൽ സൗദി ഭരണകൂടം, സൗദി വിദേശകാര്യ മന്ത്രാലയം, അതിൻ്റെ തന്നെ മദീനയിലുള്ള പ്രാദേശിക ഭരണകൂടം, ഗവർണറേറ്റ്, ഇതിനൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനങ്ങൾ, എംബസി, കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർ, അതിൽ തന്നെ ഏതാണ്ട് 20ഓളം ഉദ്യോഗസ്ഥർ മദീനയിലെത്തി നേരിട്ട് സ്പെഷ്യൽ ക്യാമ്പ് തുറന്ന് അതിവേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബന്ധുക്കളും, ഇവിടെ എത്തിയിരിക്കുന്ന ബന്ധുക്കളെ തന്നെയും ഏകോപിപ്പിക്കാൻ തെലങ്കാന സർക്കാരിൻ്റെ കീഴിലുള്ള മന്ത്രിതല സംഘം, അസറുദ്ദീനൊപ്പം മറ്റൊരു മന്ത്രി കൂടി മദീനയിൽ എത്തിയിട്ടുണ്ട്. ഈ തരത്തിൽ വലിയ വേഗത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുവാനും മരണപ്പെട്ട തീർത്ഥാടകരെ തിരിച്ചറിയുവാനും അതിനുശേഷം മദീനയിലെ ജന്നത്തുൽ ബഖീയിലേക്ക് അവരുടെ ഖബറടക്കം പൂർത്തിയാക്കുവാനുമുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.